ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകൾ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. DTH മേഖലകളിലുള്ള വാർത്തകളാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുക. ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പം നിലവിൽ നമുക്ക് ഡിഷ് TV DTH ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഓഫർ, കലക്കൻ ഓഫർ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയോളമായി ഈ ഒരു ഓഫർ കമ്പനി നിലവിൽ കൊണ്ടുവന്നിട്ട്. കാരണം ഡിഷ് TVയുടെ DTHൻ്റെ ഒക്കെ ബോക്സ് എടുത്തിട്ട് പല ആളുകൾ റീചാർജ് ചെയ്യാതെ വെക്കുന്ന ആ കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അവരെ തിരിച്ച് റീചാർജ് ചെയ്യിപ്പിച്ച് ചാനൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓഫറാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഇതൊരു അടിപൊളി ഓഫറാണ്. ഒരു കമ്പനിയും ഇന്നേ വരെ, ഇന്ത്യയിൽ ഒരു കമ്പനി ഇന്നേ വരെ ഇതുപോലത്തെ ഒരു ഓഫർ ഇതുവരെ കൊടുത്തിട്ടില്ല. 901 രൂപയാണ് റീചാർജ് ചെയ്യാൻ പറയുന്നത്. അവർ 4 വർഷമാണ് നിങ്ങൾക്ക് ആ ഒരു പാക്കേജ് തരുന്നത്. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഓഫർ ഡിഷ് TV DTH ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന ഓഫറല്ല. ഇതിന് കുറച്ച് നിബന്ധനകൾ അവർ കൊടുത്തിട്ടുണ്ട് കമ്പനി. അപ്പോൾ ചില ആളുകൾക്കൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കിത് അറിയാൻ കഴിഞ്ഞത് ഒരു ഡീലർഷിപ്പിൻ്റെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് അതിൽ അവർ കമ്പനിയുടെ ഒരു ഇമെയിൽ പോലെ വന്നതാണ്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തു, ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചു. അപ്പോൾ ഈ ഒരു ഓഫറിനെ പറ്റി നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിന് മുമ്പ് അതിനെപ്പറ്റി അന്വേഷിക്കണമല്ലോ. അപ്പം ഈ ഒരു ഓഫർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അതിൻ്റെ നിബന്ധനകളൊക്കെ അവരെനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഈ ഡിഷ് TV DTH ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ള DTHലൊക്കെ മാറി, അതുപോലെ പക്ഷേ നിങ്ങൾ ഡിഷ് TV DTH നിന്ന് ടാറ്റാ പ്ലേയിലേക്കോ എയർടെൽ ഡിജിറ്റൽ TVയിലേക്കോ സൺ ഡയറക്റ്റിലേക്കൊക്കെ മാറിയെന്ന് കൂട്ടിക്കോ, ചിന്തിച്ചോ. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് അവർ തിരിച്ചു വരാം. 180 ദിവസത്തിൻ്റെ മുകളിൽ കട്ടായി കിടക്കുന്ന, എന്ന് പറഞ്ഞാൽ 6 മാസത്തിൻ്റെ മുകളിൽ കട്ടായി കിടക്കുന്ന ഒരു സെറ്റോ ബോക്സ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾ വേഗം തന്നെ വേറെ ഏതെങ്കിലും ഡയറക്ഷനിലാണ് ഒരു DTH അല്ലെങ്കിൽ ഡിഷ് ആൻറ്റിന ഉള്ളതെങ്കിൽ ടെക്നീഷ്യനെ വിളിച്ച് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യിപ്പിച്ചോ വേഗം. കാരണം അടിപൊളി ഓഫറാണ്. 150 ദിവസത്തിൻ്റെ മുകളിൽ കട്ടായി കിടക്കുന്ന ബോക്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 901 രൂപ ചെയ്ത് കഴിഞ്ഞാൽ 180 ഡേ പ്ലസ് ആണ്. ഇപ്പോൾ 181 ദിവസം ആയിക്കോട്ടെ, നിങ്ങൾ 150 ദിവസം തന്നെ കാത്തു നിൽക്കണ്ട. ഒരു പക്ഷേ ചെയ്തു പോയാൽ പിന്നെ ഈ ഓഫർ പിന്നെ കിട്ടില്ല. 181 ദിവസം വെച്ചോ. 181 ദിവസം കഴിഞ്ഞ ബോക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, നിങ്ങൾ ID നമ്പർ എനിക്ക് മെസ്സേജ് അയച്ചോ. ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് റീചാർജ് ചെയ്താൽ ഇത് വർക്കിംഗ് ആവുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ID നമ്പർ എനിക്ക് പറ്റുമെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര ദിവസം കട്ടായി നോക്കി അതിൽ കാണിക്കും. വാലിഡിറ്റി, നിങ്ങളുടെ ലാസ്റ്റ് റീചാർജ് ഡേറ്റും വാലിഡിറ്റി ഡേറ്റും ഒക്കെ അതിൽ കാണിക്കുന്നതുകൊണ്ട് എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വെച്ച് ലോഗിൻ ചെയ്താൽ അതിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഡേറ്റ്, വാലിഡിറ്റി എപ്പം കട്ടായി എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ കസ്റ്റമേഴ്സിന് തന്നെ ഡയറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ചില കസ്റ്റമേഴ്സിനൊക്കെ ആ ആപ്ലിക്കേഷൻ വഴി ചെക്ക് ചെയ്താൽ അതിൽ റീചാർജ് ഓപ്ഷനായിട്ട് ഇത് കാണിക്കുന്നുണ്ട് എന്നും കമ്പനിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ. അതുപോലെ തന്നെ ഈ ഒരു ഡിഷ് TVൻ്റെ ബോക്സ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ബോക്സ്, റിമോട്ട്, HDMI കേബിള്, പിന്നെ ഈ ഒരു 4 വർഷത്തെ NCF പാക്കേജ്, അതുപോലെ തന്നെ ബോക്സ് HD ആയിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ 2199 രൂപക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരുന്നതാണ്. എൻ്റെ കയ്യിൽ ഒരു 100ഓളം ബോക്സുകളുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ ഒരു ബോക്സിന് വാറണ്ടി ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ബോക്സ് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7 ദിവസം വരെ പഴയ ബോക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയർ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാപ്പ് ഫ്രീ ആയിട്ട് ചേഞ്ച് ചെയ്ത് തരും ടെക്നീഷ്യൻ. 1 രൂപ ടെക്നീഷ്യന് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ടെക്നീഷ്യൻ വീട്ടിൽ വന്ന് ഫ്രീ വിസിറ്റിൽ നിങ്ങൾക്ക് ബോക്സ് ചേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഇനി ഒരു പക്ഷേ നിങ്ങളടുത്ത് ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ഓഫീസോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിങ്ങൾക്ക് ഈ റീചാർജ് ചെയ്യുന്ന ആളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. മറ്റേത് ഞാൻ ഇതിൽ എഴുതി കാണിക്കുന്നത് പുതിയ ബോക്സ് വേണ്ട ആളുകളുടെ കാര്യമാണ്. അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 7 ദിവസം കൊണ്ട് കസ്റ്റമർ കെയർ വിളിച്ചാൽ ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ അവർ ചേഞ്ച് ചെയ്ത് തരും. പഴയ ബോക്സൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്ത് പുതിയ ബോക്സിലേക്ക് അവർ ഫ്രീ ആയിട്ട് മാറ്റി തരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഈ 180 ദിവസം ആയിട്ടില്ല, നിങ്ങൾക്ക് ഈ NCF പ്ലാന് വേണമെന്നുണ്ടെങ്കിൽ 150 ദിവസത്തിൻ്റെ മുകളിൽ ചെയ്യുന്നതാണ്. ഒരു 170-160 ദിവസമൊക്കെ ആയ ബോക്സ് ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുന്നതാണ് ലാഭം. അല്ലാത്ത ആളുകൾക്ക് 4 വർഷം കിട്ടണമെന്നുണ്ടെങ്കിൽ 1891 രൂപ ചെയ്യണം 4 വർഷത്തേക്ക് NCFന്. പിന്നെ ഈ NCF ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡീഷണലായിട്ട് നിങ്ങളൊരു ചാനൽ ആഡ് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ഏഷ്യാനെറ്റ് HD, അതിന് റേറ്റ് വരുന്നത് ഏതാണ്ട് 30 രൂപയുടെ അടുത്താണ്. ആ ഒരു ചാനൽ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് 38 രൂപയോളം കൊടുക്കേണ്ടി വരും. 38-39 രൂപയോളം കൊടുക്കേണ്ടി വരും. കാരണം അഡീഷണലായിട്ട് അവർ പേ ചാനലുകൾക്ക് ആഡ് ചെയ്യുമ്പം NCF ചാർജ് എന്ന് മറ്റൊരു എക്സ്ട്രാ ചാർജ് പിടിക്കുന്നുണ്ട്. 12 രൂപ വരെ ചില ചാനലുകൾക്ക് പിടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ഓഫർ ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ചാനലൊക്കെ ആഡ് ചെയ്യാമെന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു പൈസ ഏത് ചാനൽ ആഡ് ചെയ്യുമ്പോൾ അതിന്
ഇപ്പോൾ 2 രൂപയുടെ ചാനൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ട് 10 രൂപ കൊടുക്കേണ്ട അവസ്ഥ ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഫ്രീ ആയിട്ട് കാണുന്ന ചാനലുകൾ മാത്രം കാണുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ഓഫർ ചെയ്തോളൂ.